നമസ്കാരം. സുഭാഷിതം ഡിജിറ്റൽ ചാനലിലേക്ക് സ്വാഗതം. നാം സാധാരണയായി ആകാശത്ത് പോയി വെടിവെക്കുക, ആകാശത്ത് പോയി കപ്പലെ ബഹളങ്ങളുണ്ടാക്കുക, പിന്നെ നമ്മൾ കപ്പലിൽ പോയി യുദ്ധം ചെയ്യുക, ഇങ്ങനെയൊക്കെയാണ്. ആദ്യം നമ്മൾ കരയിലൂടെയായിരുന്നു യുദ്ധം. പാറ്റൻ ടാങ്കും പീരങ്കിയൊക്കെ വെച്ചിട്ട് കരയിലൂടെ യുദ്ധം ചെയ്തു. പിന്നെ കപ്പൽ പോലുള്ള യുദ്ധക്കപ്പലുകൾ ഉണ്ടാക്കി കടലിലൂടെ യുദ്ധം ചെയ്തു. പിന്നെ യുദ്ധവിമാനങ്ങളുണ്ടാക്കി നമ്മൾ വിദേശത്തൊക്കെ ഉള്ള രാജ്യങ്ങളെയൊക്കെ ആക്രമിക്കണമെങ്കിൽ പരസ്പരം യുദ്ധവിമാനങ്ങൾ ഉണ്ടാക്കി പോയി ആക്രമണമായി, ഷെല്ലിടലായി, പിന്നെ മിസൈലായി, പിന്നെ അങ്ങനെ ഒരുപാട് കാര്യങ്ങളിലേക്ക് നമ്മൾ മാറിയാണ് നമ്മുടെ യുദ്ധരംഗം വളർന്നത്. ഇത് വളർന്നു വന്ന കൂട്ടത്തിലാണ് ലോകരാജ്യങ്ങൾ വേറെയും സാങ്കേതിക വിദ്യകൾ വികസിപ്പിച്ചു. സുഭാഷിതം ഡിജിറ്റൽ ചാനൽ എല്ലാവരും കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആവശ്യമായ എല്ലാവിധ സഹായവും നമുക്ക് നൽകുക. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഇങ്ങനെ ചെയ്യുമ്പോൾ ട്രെയിനിലും ട്രക്കിലും ഒക്കെ പോയി മിസൈൽ വിടാൻ പറ്റും. ആ ട്രെയിനിൽ മിസൈൽ ഉണ്ടെന്ന് അറിയാൻ പോലും പറ്റില്ല. നല്ല രസമാണ്. ഇപ്പോൾ നമ്മൾ ഏതെങ്കിലും ഇപ്പോൾ തിരുവനന്തപുരത്ത് കേരളത്തിൽ ഏതെങ്കിലും ഒരു സ്റ്റേഷനിലോ അല്ലെങ്കിൽ ട്രെയിനിൻ്റെ ഒരു യാർഡിലോ വന്നൊരു ട്രെയിൻ കടന്നാൽ, ഒരു ട്രക്ക് കടന്നാൽ, അത് മിസൈൽ വെച്ചിരിക്കുന്ന ട്രെയിനാണെന്ന് അറിയാൻ പറ്റില്ല. വേണമെങ്കിൽ നമുക്കതിൽ നിന്ന് മിസൈൽ ഉപയോഗിച്ച് 2000 കിലോമീറ്റർ ദൂരെ വരെയുള്ള ആളുകളെ, രാജ്യത്തെ 2000 കിലോമീറ്റർ വരെ ദൂരെയുള്ളവരെ പ്രഹരമേൽപ്പിക്കാൻ കഴിയുന്ന അഗ്നി പ്രൈം മിസൈൽ എന്ന് പറയുന്ന സംവിധാനം നമ്മൾ കണ്ടുപിടിച്ചത്. ട്രെയിനിൽ നിന്നാണ് അത് പോകുന്നത്. നല്ല രസമാണ്. എവിടെയെങ്കിലും ട്രെയിനും ട്രക്കും ഉണ്ടെങ്കിൽ അത് പോകും. അത് ട്രക്കാണെങ്കിൽ ട്രെയിനുമായിട്ട് പിന്നെ റെയിൽവേ ട്രാക്ക് തന്നെ വലിയ പ്രധാനമില്ല. അതേസമയം ട്രാക്കുമായി മറ്റു രീതിയിൽ നിന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അറ്റാച്ച് ചെയ്തിട്ടുള്ള റോഡ് കം റെയിൽ മിസൈൽ സംവിധാനമാണ്. അപ്പോൾ ട്രക്കാണെങ്കിൽ റോഡിൽ പോയി നിന്നാൽ മതി. അങ്ങനെ ഒരു ട്രക്ക് ഉണ്ടെന്ന് വിചാരിച്ചിട്ട് അറിയാനും പറ്റത്തില്ല ഈ ട്രക്ക് കിടക്കുന്ന മിസൈൽ ട്രക്കാണെന്ന്. അതുപോലെ തന്നെ റെയിൽ സംവിധാനമുണ്ട്. രാജ്യത്ത് 70,000 കിലോമീറ്ററോളം റെയിൽ ട്രാക്ക് നമുക്കുണ്ട്. ആ റെയിൽ ട്രാക്കിലേക്ക് ലോഞ്ചറിനെ ആരുടെയും ശ്രദ്ധയിൽപ്പെടുത്താതെ തന്നെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. എത്ര മനോഹരമായൊരു കണ്ടുപിടുത്തമാണ്. ഇത് മുമ്പ് കണ്ടുപിടിച്ചിരിക്കുന്നത് റഷ്യ കണ്ടുപിടിച്ചിട്ടുണ്ട്, അമേരിക്ക കണ്ടുപിടിച്ചിട്ടുണ്ട്, ചൈന കണ്ടുപിടിച്ചിട്ടുണ്ട്. 3 രാജ്യങ്ങൾക്ക് മാത്രമേ ഈ സാങ്കേതികവിദ്യ കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. ഇന്ത്യ 4ാമത്തെ രാജ്യമായിട്ട് ഡിഫൻസ് റിസർച്ച് ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷനും അതുപോലെ സ്ട്രാറ്റജിക് ഫോഴ്സസ് കമാൻഡും കൂടി സംയുക്തമായിട്ടാണ് കണ്ടുപിടിച്ചിരിക്കുന്നത്. വലിയ രാജ്യത്തിൻ്റെ യശസ് ഉയർത്തിയ പരീക്ഷണത്തിന് പിന്നിൽ പ്രവർത്തിച്ചവർക്ക് അഭിനന്ദനവും പറഞ്ഞിട്ടുണ്ട് രാജ്നാഥ് സിംഗ്, നമ്മുടെ പ്രതിരോധ മന്ത്രി. വലിയ കണ്ടുപിടുത്തമാണ് ഇന്ത്യ കണ്ടുപിടിച്ചിരിക്കുന്നത്. ഇന്ത്യ ഓരോ കാലഘട്ടത്തിൽ, നമ്മുടെ ബഹിരാകാശ കാലത്ത് ഒരു കാലഘട്ടത്തിൽ നമ്മൾ എല്ലാ രാജ്യങ്ങളോടും പോയി, നെഹ്റുവിൻ്റെ കാലത്ത് എല്ലാ രാജ്യങ്ങളോടും പോയി നമ്മൾ ഇറക്കുന്നത് പോലെ യാചിക്കുമായിരുന്നു, ഞങ്ങൾക്ക് എന്തെങ്കിലും സഹായം തരണം. അമേരിക്ക പറഞ്ഞു ഒരു രാജ്യവും കൊടുക്കരുതെന്ന് പറഞ്ഞപ്പോൾ അന്നത്തെ സോവിയറ്റ് റഷ്യ, ഇന്ന് റഷ്യ യുക്രൈനോട്ടൊക്കെ മാറി, സോവിയറ്റ് റഷ്യ മാത്രമാണ് എന്തെങ്കിലും ഒരു സഹായം നമുക്ക് ചെയ്തു തന്ന് നമ്മളെ പഞ്ചവത്സര പദ്ധതിയൊക്കെ പഠിപ്പിച്ചെടുത്തത്. പക്ഷേ അവിടെ നിന്ന് മാറി ഇന്ത്യ ഇന്ന് ലോകത്തിലെ വിവിധ ഏത് മേഖല എടുത്താലും അതിലൊക്കെ മുന്നിൽ നിൽക്കുന്ന ഇപ്പോഴത്തെ ട്രെയിനിൻ്റെയും ട്രക്കിൻ്റെയും രൂപത്തിൽ മിസൈലുകൾ പ്രയോജനപ്പെടുത്താൻ കഴിയുമെന്നുള്ള നിലയിൽ DRDOയും അതുപോലെ തന്നെ സ്ട്രാറ്റജിക് ഫോഴ്സസ് കമാൻഡും കൂടി കണ്ടുപിടിച്ചിരിക്കുന്നത് അഗ്നി പ്രൈം മിസൈലാണ്. വളരെ വലിയ കണ്ടുപിടുത്തമാണ് രാജ്യം നടത്തിയിരിക്കുന്നത്. യുദ്ധസമയത്ത് വിവിധയിടങ്ങൾ രഹസ്യമായി വിന്യസിക്കാം, ആരും അറിയാതെ കൊണ്ട് വിന്യസിക്കാം. ട്രെയിൻ കണക്റ്റീവുള്ള ഇടങ്ങളിൽ നേരത്തെ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാനും പറ്റും. വളരെ മനോഹരമായ, അതുപോലെ ശത്രുക്കളുടെ സാറ്റലൈറ്റ് കണ്ണുകളെ മറയ്ക്കാൻ കഴിയും. നിരച്ചിരിക്കാതെ നേരത്തിന് നമുക്ക് ശത്രുവിനെ പ്രഹരിക്കാൻ കഴിയും. അപ്രതീക്ഷിതമായി ശത്രുവിനെ പ്രഹരിക്കാൻ കഴിയുന്ന അഗ്നി പ്രൈം മിസൈൽ കണ്ടുപിടിച്ചതിലൂടെ രാജ്യം ആ രംഗത്തും ഒരു പടി മുന്നിലെത്തി.